ശ്രീരാമൻ്റെ ഹോറോസ്കോപ്പ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ശ്രീരാമൻ എന്ന് പറയുന്നത് കർക്കിടകം ലഗ്നത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കർക്കിടകമാണ് അദ്ദേഹത്തിൻ്റെ ലഗ്നം. ലഗ്നത്തിൽ തന്നെ ആരുണ്ടായിരുന്നു? ഗുരു ഉണ്ടായിരുന്നു, വ്യാഴം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചൊവ്വ ഉച്ചത്തിലായിരുന്നു, അത് മകരത്തിലായിരുന്നു. അപ്പോൾ മകരത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് കർക്കിടകത്തിലോട്ട് ആസ്പെക്റ്റ് ഉണ്ട്, 7th ആസ്പെക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാറ്റേണും ശനിയും ഉച്ചത്തിലായിരുന്നു, ശനി തുലാത്തിലായിരുന്നു. അപ്പോൾ ശനിയുടെ 10ാമത്തെ ദൃഷ്ടി എങ്ങോട്ടുണ്ട്? ഈ കർക്കിടകത്തിലോട്ടുണ്ട്. അപ്പോൾ ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടി ഈ അദ്ദേഹത്തിൻ്റെ ലഗ്നത്തിലോട്ടുണ്ട്. ലഗ്നത്തിൽ ആരിയ്ക്കുന്നു? ലഗ്നത്തിൽ ജൂപ്പിറ്റർ ഇരിക്കുന്നു, വ്യാഴം ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിൽ നിന്നും ഒരു ബ്രാഹ്മണ ശാപം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഈ ജന്മത്തിലും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. എങ്ങനെ, ഏത് ഏരിയയിലാണ്, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് ഈ ശാപം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ അറിയണമല്ലോ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഹോറോസ്കോപ്പിൽ സാറ്റേൺ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. അതായത് ലഗ്നവുമായി ബന്ധപ്പെട്ട് സാറ്റേൺ എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം. സാറ്റേൺ എവിടെ നിൽക്കുന്നില്ല, സാറ്റേണിൻ്റെ ഹൗസ് എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം. അപ്പോൾ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമൻ കർക്കിടക ലഗ്നമാണ്. സാറ്റേണിൻ്റെ ഹൗസ് എന്ന് പറയുന്നത് നമുക്കറിയാം മകരവും കുംഭവുമാണ്.